അങ്ങനെ മാർച്ച് മാസം നമ്മളോട് വിട പറഞ്ഞ്. മാർച്ച് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഒക്കെ കത്തി നിൽക്കുന്ന ടൈമാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ഫുൾ എക്സാമാണ്. ചില കോളേജുകളൊന്നും നടത്തിയിട്ടില്ല, അവർക്കൊക്കെ ഉള്ള എക്സാമൊക്കെ വേറെ ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നല്ല ചൂടുമാണ്. കുറേ പേർക്ക്, എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ സൂര്യാഘാതമൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ, കാരണം കുട്ടികൾക്കൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കളിക്കാൻ ഇറങ്ങണം, ഫുൾ ടൈം കളി എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുള്ളൂ. ഞാനായാലും ചെറുപ്പത്തിൽ അത് തന്നെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങണ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക എന്നുള്ളൂ. അപ്പോൾ എന്തായാലും കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമൊക്കെ കളിച്ചാൽ മതി. പിന്നെ ഒരു 10 മണിൻ്റെ ഉള്ളിലായിട്ട് കളിയൊക്കെ നിർത്തുക. രാവിലെ എണീച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളിക്കാനൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. വെറുതെ നമുക്ക് പണി കിട്ടാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും ഏപ്രിൽ മാസം സ്റ്റാർട്ടായി. ഏപ്രിൽ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നമ്മൾ പണി കൊടുക്കുന്നതാണ്, പണി കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ച്, എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു പണിയാണ്. പണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തമ്പനയിലിൽ നിങ്ങൾ കണ്ടതാണ്, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ ഫുൾ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഹലോ, എവിടെടാ? വീട്ടിലാണോ? ഓക്കെ ഓക്കെ, മധുര ബസാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ വിളിക്കട്ടാ. ഓക്കെ ഓക്കെ. നീ ആ ജംഗ്ഷനിലേക്ക് വാ, ഞാൻ എത്താനായി അവിടെ. ശരി, ഓക്കെ. അവന് പറഞ്ഞേക്കുന്നത് ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് പോവുന്നുണ്ട്, അപ്പം അതിന് വരുന്നുണ്ടോന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പോവുള്ളൂ, ചിലപ്പോൾ പോവില്ല. കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിൽ പോയിട്ട്. അപ്പം എന്തായാലും നമ്മുടെ ഈ കൂളാക്കാൻ വേണ്ടി വന്നതാണ്. നോക്കട്ടെ, എന്തായാലും അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇതിലാണ് പോകുന്നത്. നമ്മള് ശരിക്കും ഫറൂഖ് പാലല്ലേ, ഫറൂഖ് പാലം എല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് ശരിക്കും ഒന്നും കൂടി റിനോവേറ്റ് ചെയ്താണ്, പഴയ പാലല്ല. അതിന്റെ അടിയിൽ കൂടെയാണ് നമ്മൾ മധുര ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ശരിക്കും നല്ല റോഡുണ്ട്, എങ്കിലും ഫറൂഖ് പാലത്തിന്റെ അടിയൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലെ പോകുന്നത്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പലരും ഈ പാലം കണ്ടിട്ടുണ്ടാവും. അപ്പം അതിന്റെ അടിയിലൂടെ ഒരു യാത്ര പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇതിലെ പോകുന്നത്. ഒരു ട്രെയിന് പോകുന്നുണ്ട്, ഗുഡ്സ് പോകുന്നുണ്ട്. ഫറൂഖ് ഫുള്ള് ഓട് ഫാക്ടറി ഒക്കെ ആണ് കേട്ടോ. ഇത് പൂട്ടിക്കിടക്കുന്നതാണ്. ഇതിന്റെ പേരെന്താ? പെരുന്താറിനൂടെ നോക്കണം. അപ്പൊ എന്തായാലും ഞാനിവിടെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയേക്കാണ്. ആയുധങ്ങൾ പറ്റിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പൊ സാധനം മേടിച്ചിട്ട് വരാം. ഇതാണ് സാധനങ്ങൾ, നമ്മുടെ ഇന്നത്തെ ആയുധം. ഓറിയോ ബിസ്ക്കറ്റ് ആണ്. ഓറിയോയില് ആ ക്രീം അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ പേസ്റ്റ് വെച്ചിട്ട് അവന് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്താവും സംഭവം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഓറിയോ നമുക്ക് തിന്നല്ലേ? വേണ്ട, ആ ക്രീം തിന്നാം. ചെറുതായിട്ടൊക്കെ മുറിച്ചാൽ മതി. ഇത് പൊട്ടോ? നൈസായിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാം.
ഇത്ര വേണ്ടല്ലേ? വേസ്റ്റ് ആക്കി. എന്തായാലും ഒന്ന് വേസ്റ്റായി. ഒന്നല്ല 2 ആക്കുന്നുള്ളൂ നമ്മള്. നിങ്ങൾക്കാണോ? നല്ല ക്ലിക്ക് എടുത്തില്ല. സെറ്റാക്കി കാണാണ്. മൈക്കിനെ കാണാൻ ഞാനിപ്പോൾ എൽറിജിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇത് കുറച്ച് ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അവനിപ്പം ജംഗ്ഷനിലുണ്ട്. അപ്പം നമ്മൾ കാറിലാണ് പോകണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ എങ്ങനെയെങ്കിലും കയറ്റണം. അവർ ബൈക്കിലാണ് വരുന്നത്. അവർ 2 പേരുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. ഇപ്പം ഞാൻ കാണുന്നുണ്ട്. സോ ബാക്കിൽ കയറ്റിയാലേ നമ്മളെ പ്ലാൻ നടക്കുകയുള്ളൂ. ഞാനിത് ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങോട്ട് വരുന്ന ടൈമിൽ നൈസായിട്ട് അവന് കയറുന്ന ടൈമിൽ ഇവിടെ അതായത് ഇപ്പോൾ ക്യാമറ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ ബാക്കിൽ നിർത്തിയിട്ട് ഞാൻ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ അവന് ക്യാമറ ഫോക്കസ് ആയി നിൽക്കുകയായിരിക്കും. ഞാൻ ഈ ക്യാമറ ഓഫ് ആക്കുന്ന മാതിരി കാട്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പം നടക്കുമെന്ന് നമുക്ക് നോക്കാം എന്താവുന്നു. ഇത് ഞാൻ സെറ്റാക്കി നിർത്തിയിട്ട് ഞാൻ തിന്നണ മാതിരി കാണിക്കുക ചെയ്യാം. എനിക്ക് കൊടുക്കുന്നത് 2 3 കൊടുക്കല്ലേ. ഒന്നിവിടെ ഇതായതുകൊണ്ട് അത് ലാസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാം. കളിയെത്തി ബൈക്കിലാണല്ലോ വരുന്നത്. കാടവാ ഇങ്ങോട്ട് പോകടാ. എടാ ഇവനെ ഇങ്ങോട്ട് പോടി. വണ്ടി നിർത്തിയിട്ട് വരാം. എടാ ഒരു വണ്ടി കൊണ്ടു. ശരിക്കും നമ്മള് റാശി എന്തായാലും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് കാർ എടുത്തിട്ടല്ല ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവരെ കൂടെ ബൈക്കിലേ പോകുന്നുള്ളൂ. അപ്പൊ എന്തായാലും അവന് വണ്ടിയൊക്കെ വെച്ചിട്ട് കാറിൽ പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഭവം നോക്കാം നമുക്ക്. രണ്ട് പേരുണ്ട്. എന്തൊക്കെയുണ്ട്? ഓ അത്ര അടിപൊളി പാട്ടാണോ? അടിച്ചല്ലോ. ഒരു ഹായ് പറയും. അത് നമ്മളെ എൽഡ്രിജ് എന്റെ സുഹൃത്താണ്. അതേപോലെ തന്നെ ആദർശ്. എൽഡ്രിജ് ഒരു ഹായ് പറയണോ? കഴിക്ക്. നല്ലൂല നല്ലൂല. ഇന്നലെ പോയിട്ട് ഞങ്ങള് നിന്നിട്ട് കൗണ്ടറിന് മുന്നിൽ എത്തിയതാ. 5 ആള് മുന്നേ മിസ്സായി. നമ്മളെ മുന്നിൽ 5 ആൾക്ക് ടിക്കറ്റ് കിട്ടി. മുന്നിൽ പോയി മുന്നിൽ അവിടെ ജസ്റ്റ് മിസ് കിട്ടോ. അതല്ല എത്ര നേരത്തെ പോണ്. ഞങ്ങളിത് ഷോ 5:30 ഷോ. ഇതായി പോവോ? പിന്നെന്തൊക്കെയാ വിശേഷം? അടിപൊളിയല്ലേ? പേരകളാട്ടോ. സീനിയർ മനസ്സിലാവുന്നു. ആട് എന്ത് സംഭവം? എന്താ മച്ചാതെന്താ സംഭവം? എന്ത് സംഭവം? എടാ ഇപ്പോഴാണ് എത്ര നേരമായെന്നറിയ ഈ തെണ്ടികൾക്ക് വേണ്ടി ഞാനത് കൊടുത്തിട്ട് ഇതുവരെ നിനക്കൊന്നും മനസ്സിലായില്ല. അവന് ഫുള്ളായിട്ട് തിന്നു. ആദർശം നിർത്ത്. ഫുള്ള് തിന്ന്. നിനക്ക് മനസ്സിലായിട്ടില്ലേ? മണ്ടന്മാരെ ഈ പേസ്റ്റ് തേച്ചിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇവനൊക്കെ എന്ത് ആളാണ്? നിനക്കൊന്നും ഫീൽ ചെയ്യണില്ലെന്ന്. നമ്മള് പോവാനുള്ള തിരക്കില് അല്ലേ ഇത്. ഞാൻ നോക്കുന്നത് എന്തൊരു ചോയത്. ഏപ്രിൽ ഫൂൾ ആക്കിയതാണോ ഇതോ? എന്റെ ദൈവമേ, ഇത് വേറെ ഡിഷായി. ഇതാണ് നമ്മൾ വിചാരിക്കും. പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരി ആവില്ല. രണ്ടാളും മനുഷ്യന്മാരല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ ഇത് തേച്ചിട്ടുണ്ട്. തേച്ച് കൊടുത്തിട്ട് പോലും മനസ്സിലായില്ല. ഇതെന്താ എനിക്ക് തോന്നിയത്? എനിക്ക് സെൻട്രൽ ഫ്രഷ് ഫീൽ ചെയ്യാം. ആ ഒരു സെൻട്രൽ ഫ്രഷിന് അതിനകത്തുള്ള ജെല്ലില്ലേ, അതാട്ടോ ഫീൽ ചെയ്യണം. ഇനിയിപ്പോ ഓറിയൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയ സത്യത്തില് ഞാൻ വിചാരിച്ചാ. ഞാൻ വിചാരിക്കും എന്താ മതി ഇനിയിപ്പോ ഓറിയൊക്കെ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി. ടേസ്റ്റ് പേസ്റ്റ് ആവണില്ലേ വായിന്ന്? പേസ്റ്റ് അല്ല, ഇതിനകത്ത് ക്രീം ഉണ്ടല്ലോ. ക്രീമില്ല. ക്രീമില്ലേ? പേസ്റ്റ് തന്നെ.
എന്റെ ദൈവമേ. ഓക്കെ, എന്തായാലും ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പൊ ഒരു ചെറിയ ഏപ്രിൽ ഫൂള്, വലിയ ഏപ്രിൽ ഫൂൾ ആയിട്ടില്ല, ചെറിയ ഏപ്രിൽ ഫൂൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പോയി കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ പോയി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു പ്രാങ്ക് എല്ലാവർക്കും ചിലപ്പോ ഇന്ന് പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കൊടുക്കാൻ വിചാരിച്ച ചെറിയൊരു പണിന്റെ വീഡിയോ ഇതാണ്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയ്ക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്. എന്നാ നല്ലത് തിന്നോ? അത് കുഴപ്പമില്ല എനിക്ക്.